നമസ്കാരം. അരൂത എന്ന സസ്യത്തെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അധികം ഉയരം വയ്ക്കാത്ത ഒരു ഔഷധ സസ്യമാണ് അരൂത. റൂട്ടേസി എന്ന കുടുംബത്തിൽ പെടുന്നതാണ് ഈ സസ്യം. നിരവധി നിഗൂഢ ഗുണങ്ങൾ ഒളിപ്പിച്ചു വെച്ച ഒരു ഔഷധ ചെടിയാണ് അരൂത. പഴയകാലത്ത് മിക്ക ഗ്രഹങ്ങളിലും അരൂത വെച്ചു പിടിപ്പിക്കുമായിരുന്നു, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളുള്ള വീടുകളിൽ. ഒരു നിത്യഹരിത സസ്യമാണ് അരൂത. ഈ ചെടിയുടെ അടുത്ത് നായ, പൂച്ച, പാമ്പ് മുതലായവ വരാറില്ല. പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. മലയാളത്തിൽ ഇതിനെ നാഗത്താലി, ശതാപ്പ്, സോമവല്ലി, അരൂത എന്നൊക്കെ വിളിക്കാറുണ്ട്. അപസ്മാരം വന്ന് വീഴാൻ തുടങ്ങുമ്പോൾ അരുത്, വീഴരുത് എന്ന് പറയാൻ തക്ക ഔഷധ മൂല്യമുള്ള ചെടിയായതിനാലാണ് അരൂത എന്ന പേര് വന്നതെന്നാണ് ഐതിഹ്യം. ശാസ്ത്രീയ നാമം ഇതിൻ്റെ റൂട്ട ഗ്രാവിയോളൻസ് എന്നുള്ളതാണ്. അതുകൂടാതെ റൂട്ട കാൽപ്പൻസിസ് എന്ന സമാനമായ ഒരിനം അരൂത കൂടിയുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ ഗാർഡൻ റൂ, കോമൺ റൂ, ഹെർബ് ഓഫ് ഗ്രേസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. സംസ്കൃതത്തിൽ ഇതിനെ സന്താപ, ഗുച്ഛാപത്ര, പിതപുഷ്പ, സോമലത, സർപ്പദംഷ്ട, സോമരായം എന്നൊക്കെ വിളിക്കാറുണ്ട്. തമിഴ് ഭാഷയിൽ ഇതിനെ അർവാദ എന്നാണ് വിളിക്കുക. ഹിന്ദി ഭാഷയിൽ ഇതിനെ സദാസ്, സദാരി എന്നൊക്കെ വിളിക്കപ്പെടുന്നു. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. യൂറോപ്പ്, ഇന്ത്യ, ഇറാൻ എന്നീ രാജ്യങ്ങളിൽ ഇത് സാധാരണമായി കാണപ്പെടുന്നു. ഇറാനും അതിൻ്റെ സമീപ പ്രദേശങ്ങളുമാണ് ഇതിൻ്റെ സ്വദേശമായി കണക്കാക്കുന്നത്. ഇവിടെ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഇവ വ്യാപിച്ചതാവാം. യൂറോപ്പിൽ പാതയോരങ്ങളിലും വെളിമ്പ്രദേശങ്ങളിലും വളരുന്ന സസ്യമാണിത്. ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ കുട്ടികളുള്ള വീടുകളിലൊക്കെ മുമ്പ് അരൂത നട്ടുവളർത്തുമായിരുന്നു. കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന ഒട്ടുമിക്ക രോഗങ്ങളെയും പമ്പ കടത്താൻ ഈ അത്ഭുത സസ്യത്തിന് കഴിഞ്ഞിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. തണുപ്പ് കൂടുതലുള്ള വരണ്ട സ്ഥലങ്ങളിൽ വീട്ടുമുറ്റത്ത് ചെടികളായും കളകളായും ഇത് കാണപ്പെടുന്നുണ്ട്. കേരളത്തിൽ മൂന്നാർ, മറയൂർ, ദേവികുളം, മാങ്കുളം ഭാഗങ്ങളിലെ തമിഴ് കോളനികളിൽ ഇത് ധാരാളമായി നട്ടുവളർത്തുന്നുണ്ട്. പ്രതികൂല കാലാവസ്ഥയിലും വളരുന്ന ഒരു ചെടിയാണ് അരൂത. പൂർണ്ണ സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ഇവ വരണ്ട പ്രദേശങ്ങളിൽ നന്നായി വളരുന്നു. അല്പം ദിവ്യത്വം ഈ ചെടിക്കുണ്ട്. വൃത്തിയില്ലാത്തിടത്ത് ഇത് വളരില്ല. ശുദ്ധിയില്ലാത്തിടത്ത് ഈ സസ്യത്തിൻ്റെ തൈ നട്ടാലും പിടിക്കാറില്ല. രൂപവരണം നോക്കാം. 1 മീറ്ററോളം ഉയരം വയ്ക്കുന്ന സസ്യമാണ് അരൂത. ഈ സസ്യത്തിൻ്റെ ഇലകളും കൊമ്പുകളും വളരെ മൃദുവാണ്. ഇളം പച്ചനിറമുള്ള സസ്യത്തിന് വളരെ ചെറിയ ഇലകളാണുള്ളത്. നീളമുള്ള ഇലകളാണ് അരൂതയുടേത്. ഇവ ഇലത്തണ്ടിൽ ദീർഘവൃത്താകൃതിയിലോ സ്പൂണിൻ്റെ ആകൃതിയിലോ ക്രമീകരിച്ചിരിക്കുന്നു. കട്ടിയേറിയ മാംസളമായ ചെറിയ ഇലകളാണ് ഈ സസ്യത്തിൻ്റേത്. വളരെ ചെറിയ മൃദുവായ ഇലകളും ചെറിയ തണ്ടുകളും മഞ്ഞപ്പൂക്കളും ഉള്ള ചെടിയാണിത്. ഇലകൾ കണ്ടാൽ വെളുത്ത പൗഡറിട്ട് മുഖം മിനുക്കിയോ എന്ന് തോന്നും. ഈ സസ്യത്തിൻ്റെ ഇലകൾ കൈക്കുള്ളിൽ വെച്ച് തിരുമ്മിയാൽ അവയ്ക്ക് കാച്ചിയ വെളിച്ചെണ്ണയുടെ മണം അനുഭവപ്പെടുന്നു. ഇലകളിലൂടെ മെല്ലെ ഒന്ന് വിരലോടിച്ചാലും ഇതിൻ്റെ രൂക്ഷമായ ഗന്ധം അനുഭവപ്പെടും. ഒട്ടും സുഖകരമല്ലാത്ത ഗന്ധമാണിത്. വേനലിൻ്റെ മധ്യത്തിലാണ് ഇവയിൽ പൂക്കളുണ്ടാകുന്നത്. കുലകളായി കാണപ്പെടുന്ന പൂക്കൾക്ക് സാധാരണയായി മഞ്ഞ നിറമാണ് ഉണ്ടാവുക. എന്നാൽ നീല നിറത്തിലുള്ള പൂക്കൾ കൃത്രിമമായി വളർത്തിയെടുത്തിട്ടുണ്ട്. 4 ഇതളുള്ള പൂക്കൾക്ക് നല്ല വലിപ്പമുള്ള 8 കേസരങ്ങളുണ്ടാകും. ഇവ ഇതളിൻ്റെ ഇടയിലൂടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. ഇത് പുഷ്പത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. വൃത്താകൃതിയിൽ പച്ച നിറത്തിലുള്ള ഫലത്തിനകത്താണ് അരൂത വിത്തുകൾ കാണപ്പെടുന്നത്. കൊമ്പ് മുറിച്ച് നട്ടോ വിത്ത് മുളപ്പിച്ചോ അരൂതയുടെ പുനരുൽപാദനം നടത്താം. ശരത്കാലമാണ് കൊമ്പ് നടാൻ ഉത്തമം. നട്ട ഏകദേശം 14 ദിവസത്തിനുള്ളിൽ വിത്തുകൾ മുളയ്ക്കും. മണൽ കലർന്ന മണ്ണാണ് അരൂതയ്ക്കുത്തമം. വിശ്വാസ സംബന്ധമായ കാര്യങ്ങളെ നോക്കാം. പശ്ചിമേഷ്യക്കാരുടെ വിശുദ്ധ സസ്യമാണ് അരൂത. അരൂതച്ചെടി തോട്ടത്തിൽ വെച്ചുപിടിപ്പിച്ചാൽ പാമ്പുകൾ വരില്ല എന്നാണ് വിശ്വാസം. അരൂത ഏതെങ്കിലും വീടുകളിൽ നിന്നാൽ ആ വീട്ടിൽ ആർക്കും അപസ്മാരം വരില്ല എന്നും വിശ്വസിക്കപ്പെടുന്നു. നേത്രരോഗങ്ങൾക്ക് ഈ സസ്യത്തിൻ്റെ ഇലകൾ കഴുത്തിൽ കെട്ടിയിട്ടാൽ ആശ്വാസം ലഭിക്കും എന്ന് കരുതപ്പെടുന്നു. തമിഴരുടെ വിശ്വാസമനുസരിച്ച് ഈ ചെടി വളരുന്ന വീട്ടിൽ അശുദ്ധാത്മാക്കളുടെ സാന്നിധ്യം ഉണ്ടാവില്ല. കേരളത്തിലും കുഞ്ഞുങ്ങൾക്ക് ഗ്രഹബാധ ഉണ്ടാവാതിരിക്കാൻ ഇളം തണ്ട് കയ്യിൽ കെട്ടാറുണ്ട്. അരൂത സർഗാത്മകതയും കാഴ്ചശക്തിയും വർദ്ധിപ്പിക്കുമെന്നാണ് വിശ്വാസം. മൈക്കലാഞ്ചലോയും ലിയനാർഡോ ഡാവിഞ്ചിയുമെല്ലാം ഇതിനായി അരൂത ഉപയോഗിച്ചിരുന്നത്രേ. ബൈബിളിൽ ലൂക്കയുടെ സുവിശേഷം 11-ാം അധ്യായം 42-ാമത്തെ വാക്യത്തിൽ അരൂതയെക്കുറിച്ച് പരാമർശമുണ്ട്. ചില സ്ഥലങ്ങളിൽ അരൂതയുടെ നാമ്പുകൊണ്ടാണ്
കത്തോലിക്കർ വിശ്വാസികളുടെ മേൽ പുണ്യജലം തളിക്കുന്നത്. പൊതു ഉപയോഗങ്ങളെ നോക്കാം. തോട്ടത്തിലെ അലങ്കാര സസ്യമായി അരൂത വളർത്താറുണ്ട്. ഇതിൻ്റെ ശിഖരങ്ങളും പൂക്കളും അലങ്കാരങ്ങൾക്കായി ഉപയോഗിക്കാറുണ്ട്. തുളസിയെപ്പോലെ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കാൻ അസാധാരണമായ കഴിവ് ഈ സസ്യത്തിനുണ്ട്. കൈപ്പേറിയവയാണെങ്കിലും ചെറിയ അളവിൽ അരൂതയുടെ ഇലകൾ ക്രീമുകളിലും സാലഡുകളിലും ഉപയോഗിക്കാറുണ്ട്. ഉണക്കിയതോ ചതച്ചതോ ആയ അരൂത ഇലകൾ നല്ലൊരു കീടനാശിനിയാണ്. രാസഘടകങ്ങളെ നോക്കാം. റൂട്ടിൻ എന്ന ഗ്ലൈക്കോസൈഡും ബാഷ്പശീല തൈലവുമാണ് മുഖ്യ രാസഘടകങ്ങൾ. ഇതിൽ കോമറിനുകളും ലിമനോയിഡുകളും അടങ്ങിയിരിക്കുന്നു. ഒരു കൂട്ടം ഫിറാനോ അക്രിഡോണുകളും അർബോറിനൈൻ, ഇവോക്സാന്തൈൻ എന്നീ 2 അക്രിഡോൺ ആൽക്കലോയിഡുകളും ഈ സസ്യത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കാം. വേര്, തണ്ട്, ഇല എന്നിവയുടെ ക്ലോറോഫോം സത്തിൽ ഫ്യുറാനോകുമാരിൻ, ചാലപ്പെൻസിൻ എന്നിവ കാണപ്പെടുന്നു. ഔഷധമൂല്യത്തെ നോക്കാം. ഒരു സർവ്വരോഗ സംഹാരിയായ അരൂതയുടെ സമൂലം ഔഷധമാണ്. ഈ കുറ്റിച്ചെടി ശിശുരോഗങ്ങൾക്കെതിരെ പ്രശസ്ത ഔഷധമാണ്. ഔഷധത്തിന് വേര്, വിത്ത്, ചെടി, സമൂലം ഔഷധത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. ഇലകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ ഔഷധ ഗുണമുള്ളതാണ്. കുട്ടികൾക്ക് ചുമ, പനി, ശ്വാസം മുട്ടൽ, ക്ഷീണം, വയറുവേദന എന്നിങ്ങനെ നിരവധി അസുഖങ്ങൾക്കെതിരെ അരൂത ഉപയോഗിക്കാം. ഉള്ളിൽ സേവിക്കുന്നതിൻ്റെ അളവ് കുട്ടികൾക്ക് പ്രായമനുസരിച്ച് കൃത്യതയോടെ പാലിക്കേണ്ടതാണ്. വിരയ്ക്കും കൊക്കോപ്പുഴുവിനുമെതിരായ സിദ്ധ ഔഷധമാണ് അരൂത. തമിഴ്, ആദിവാസി, നാട്ടുവൈദ്യ, പാരമ്പര്യ വൈദ്യം, ഗ്രഹവൈദ്യം എന്നിവയിലെ വിശ്വാസപ്രകാരം അരൂത നട്ടുവളർത്തിയിട്ടുള്ള വീടുകളിൽ ഉള്ള വീടുകൾക്ക് ഗ്രഹപീഡയോ ബാലപീഡയോ ഉണ്ടാകില്ല എന്നാണ് പറയപ്പെടുന്നത്. ശബ്ദം നഷ്ടപ്പെടുക, അൾഷിമേഴ്സ് എന്നീ അസുഖങ്ങൾക്ക് അരൂത ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ സസ്യത്തിൻ്റെ ഇലകൾ പലവിധ ഹോമിയോ മരുന്നുകൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചു വരുന്നുണ്ട്. പാർശ്വഫലങ്ങളെ നോക്കാം. തീക്ഷ്ണമായ ഔഷധമൂല്യമുള്ളതുകൊണ്ട് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ കഴിയൂ, അല്ലെങ്കിൽ അപകടകരമാണ്. അതിനാൽ ചിലർ ഇതിനെ മാരക വിഷമായും കണക്കാക്കുന്നു. കുട്ടികൾക്ക് ഈ മരുന്ന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. തീവ്രമായ ഔഷധവീര്യം മൂലം അധികമാത്രം സേവിക്കുന്നത് അപകടകരമാണ്. ഗർഭിണികൾ ഇത് ഉപയോഗിച്ചാൽ അത് ഗർഭഛിദ്രം ഉണ്ടാകുന്നതിനിടയാക്കും എന്നും പറയപ്പെടുന്നുണ്ട്. ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. 1. കുട്ടികൾക്കുണ്ടാകുന്ന അപസ്മാരത്തിന് അരൂത ഇലയിൽ കാണപ്പെടുന്ന ഗുളിക രൂപത്തിലുള്ള പുഴുക്കളെ എണ്ണയിൽ, പ്രത്യേകിച്ച് കടുകെണ്ണയിൽ തിളപ്പിച്ച് ദിവസത്തിൽ 1 നേരം 10 തുള്ളികൾ വീതം നൽകിയാൽ ആശ്വാസം ലഭിക്കും. 2. കുട്ടികളുടെ അപസ്മാരം, പ്രത്യേകിച്ചും 10 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ അപസ്മാരം, പനി, ശ്വാസം മുട്ടൽ എന്നീ അസുഖങ്ങൾക്ക് അരൂത സമൂലം ഇടിച്ചു പിഴിഞ്ഞെടുത്ത നീരിൽ വെളിച്ചെണ്ണയും പശുവിൻ നെയ്യ് ചേർത്ത് അരൂതയുടെ ഇല തന്നെ അരച്ച് കൽക്കം ചേർത്ത് ചെറിയ ചൂടിൽ വേവിച്ച് കട്ടിയാകുമ്പോൾ അരിച്ച് 1 തവണ 7-14 തുള്ളി വീതം കഴിക്കുകയും ശരീരമാസകലം പുരട്ടുകയും ചെയ്താൽ ആശ്വാസം ലഭിക്കും. കൂടാതെ ഈ ഔഷധം അതിസാരം, വയറുവേദന തുടങ്ങിയ അസുഖങ്ങൾക്കും ഉപയോഗപ്രദമാണ്. 3. കുട്ടികൾക്കുണ്ടാകുന്ന ശ്വാസം മുട്ടലിന് പ്രതിവിധിയായി അരൂതയില ഉണക്കി കത്തിച്ച ആവി ശ്വസിച്ചാൽ മതിയാവും. 4. കുട്ടികളുടെ കൊച്ചിവലി, ശ്വസന സംബന്ധമായ അസുഖം, കഫത്തിൻ്റെ ജ്വരം എന്നിവയ്ക്കും ചിലതരം ഉന്മാദത്തിനും അരൂതയിലയുടെ നീര് നൽകിയാൽ മതിയാകും. 5. അരൂതയില ഉണക്കിപ്പൊടിച്ച് ഏലത്തിരി, ജാതിക്ക, ഗ്രാമ്പു എന്നിവ ചേർത്ത് പൊടിച്ച് അജീർണം എന്ന അസുഖത്തിന് നൽകുന്നത് ഫലപ്രദമാണ്. 6. അരൂതയില പിഴിഞ്ഞെടുത്ത നീര് സേവിച്ചാൽ കഫവും പീനസവും മാറുന്നതാണ്. 7. കുട്ടികളുടെ അപസ്മാരത്തിന് അരൂത മണപ്പിക്കുകയും അരയിൽ കെട്ടുകയും ചെയ്താൽ ശമനം ഉണ്ടാകുന്നതാണ്. 8. കുഞ്ഞുങ്ങൾ ഉള്ള വീടുകളിൽ അരൂതയുടെ ഇലകൾ വെളിച്ചെണ്ണയിൽ ഇട്ട് വയ്ക്കാറുണ്ട്. കരയുകയും കൊച്ചിപ്പിടിക്കുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ സന്ധികളിൽ ഈ എണ്ണ തൂത്താൽ അത് മാറുമെന്ന് പറയപ്പെടുന്നു. 9. പനി വരുമ്പോൾ അരൂത ചെടി സമൂലം അരച്ച് ദേഹമാസകലം പൂശിയാൽ പൂർണ്ണമായും ഭേദപ്പെടുമെന്ന് തമിഴ് ഗ്രാമീണർ പറയുന്നു. 10. മുതിർന്നവരുടെ അപസ്മാരത്തിൻ്റെ ആരംഭദശയിൽ അരൂത സമൂലം ഇടിച്ചു പിഴിഞ്ഞ ചാറ് 10 മില്ലി വീതം 1/2 സ്പൂൺ തേൻ ചേർത്ത് കഴിക്കണം. ഒപ്പം സമൂലം അരച്ചു പിഴിഞ്ഞ് ദേഹമാസകലം പൂശുകയും ചെയ്താൽ രോഗത്തിന് ശമനമുണ്ടാകും. കുട്ടികളുടെ അപസ്മാരം ഈ മരുന്ന് സേവയിലൂടെ ഭേദമാകും. 11. ശബ്ദം നഷ്ടപ്പെട്ടാൽ 50 ഗ്രാം അരൂത വേര് ഉണക്കിപ്പൊടിച്ച്
ശീലപ്പൊടിയാക്കി, എന്ന് വെച്ചാൽ തുണിയിൽ കിഴികെട്ടി കുടഞ്ഞെടുക്കുന്ന പൊടിയാണ് ശീലപ്പൊടി. 500 മില്ലി ചാരായത്തിലോ ബ്രാൻഡിയിലോ ചേർത്ത് 15 ദിവസം കുപ്പിയിൽ അടച്ചു വയ്ക്കുക. 16 ദിവസം മുതൽ കുപ്പി നന്നായി കുലുക്കി 1 ഔൺസ്, അതായത് 30 മില്ലി വീതം രാവിലെയും അത്താഴ ശേഷവും 15 ദിവസം സേവിച്ചാൽ സ്വരം തിരിച്ചു കിട്ടും. 12 അൾഷിമേഴ്സ്, അതായത് ഓർമ്മശക്തി നഷ്ടപ്പെട്ടവർക്ക് അരൂതയില ഇടിച്ചു പിഴിഞ്ഞ ചാർ 15 മില്ലി, കരിനൊച്ചിയില ഇടിച്ചു പിഴിഞ്ഞ ചാറ് 15 മില്ലി, കൊടങ്ങൽ സമൂലം ഇടിച്ചു പിഴിഞ്ഞ ചാറ് 15 മില്ലി, ഇവ മൂന്നും ചേർത്ത് അതിൽ 5 മില്ലി തേൻ ചേർത്ത് ദിവസം 2 നേരം വീതം 90 ദിവസം സേവിച്ചാൽ ഓർമ്മക്കുറവ് 70% മാറിക്കിട്ടും. പല ആശ്രമങ്ങളിലും പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങളിലും ഈ ചികിത്സ നടത്തുന്നുണ്ട്. 13 അരൂത സമൂലം ചതച്ച് വെളിച്ചെണ്ണയും പശുവിൻ നെയ്യും ചേർത്ത് തിളപ്പിച്ച് വറ്റിച്ച് പൊടി പാകത്തിലാകുമ്പോൾ എടുത്ത് വായു കടക്കാത്ത കുപ്പിയിലാക്കി സൂക്ഷിക്കുക. ഈ പൊടി കുട്ടികളിലെ അപസ്മാരം, ശ്വാസതടസ്സം, ചുമ, പനി, ഉദരശൂല, വയറിളക്കം എന്നിവയ്ക്ക് നല്ലതാണ്. 14 അരൂത ഇല ചതച്ച് പുരട്ടിയാൽ നടുവിനും ഇടുപ്പിനും ഉണ്ടാകുന്ന വേദന ശമിക്കുന്നതാണ്. 15 അരൂത ഇല ചതച്ച് നെറ്റിയിൽ പുരട്ടിയാൽ തലവേദന ശമിക്കുന്നതാണ്. 16 അരൂത ഇല കിഴികെട്ടിയ കഷായത്തിൽ മുക്കി നെഞ്ചിൽ ചൂട് കൊടുക്കുന്നത് വിട്ടുമാറാതെ നിൽക്കുന്ന ബ്രോങ്കൈറ്റിസിന് ആശ്വാസം കൊടുക്കുന്നതാണ്. 17 അരൂത ഇല മഞ്ഞൾ ചേർത്ത് അരച്ച് കുഞ്ഞുങ്ങളുടെ ദേഹത്ത് പുരട്ടി കുളിപ്പിച്ചാൽ ശീതപ്പനി സംബന്ധിച്ച രോഗങ്ങൾ ശമിക്കുന്നതാണ്. ഇങ്ങനെ ചെയ്താൽ മറ്റു പല രോഗങ്ങളും വരാതിരിക്കുകയും ചെയ്യും. 18 അരൂത ഇല അല്പം കുരുമുളക് ചേർത്ത് വെണ്ണ പോലെ അരച്ച് ഒരു നേരം 2-3 കുന്നിക്കുരു ഭാരം എടുത്ത് മുലപ്പാൽ ചേർത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ നെഞ്ചിൽ കെട്ടിക്കിടക്കുന്ന കഫം അലിഞ്ഞു പോകുന്നതാണ്. 19 അരൂത ഇലയുടെ ചാർ 10 തുള്ളി മുലപ്പാലിൽ കലക്കി കൊടുത്താൽ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന കുറുകുറുപ്പ് ശമിക്കുന്നതാണ്. 20 അരൂത ഇലയുടെ ചൂർണം, അതായത് ഇല നിഴലിൽ ഉണക്കി പൊടിച്ചെടുക്കുന്ന ചൂർണം, ജീരകം, ഇരട്ടി മധുരം, കരിഞ്ജീരകം, കറുവാപ്പട്ട, ശതകുപ്പ എല്ലാം 1 ഫലം, അതായത് 60 ഗ്രാം വീതം, കൊത്തമല്ലി 6 ഫലം ഇവകൾ ഒന്നിച്ച് കല്ലിൻ്റെ ഉരലിൽ ഇട്ട് ഇടിച്ച് ചൂർണമാക്കി ഒരു നേരം 3 വിരൽ കൊണ്ട് എടുക്കാവുന്ന അളവും അതിന് തുല്യം കൽക്കണ്ടം ചേർത്ത് ദിവസം 2-3 നേരം കഴിച്ചാൽ വായു പ്രശ്നം, സ്ത്രീകൾക്കുണ്ടാകുന്ന ആർത്തവ പ്രശ്നങ്ങൾ എന്നിവ മാറുന്നതാണ്. ചാപിള്ളയെ പുറന്തള്ളും, ടെറ്റനസ് സുഖപ്പെടുത്തും. 21 അരൂത ഗുളികയുടെ പ്രയോഗമാണ്. പച്ച അരൂത ഇല 8 വരാഹൻ തൂക്കം, ഗോരോചന 1 വരാഹൻ, വെളുത്തുള്ളി 2 വരാഹൻ തൂക്കം. ഇത് കല്ലുരലിൽ ഇട്ട് ഒരു യാമം നിർത്താതെ അരച്ച് എടുക്കുക. മെഴുകു പരുവത്തിൽ നനവില്ലാതെ അല്പാൽപ്പം മുലപ്പാൽ ഒഴിച്ച് അരച്ചെടുത്ത് ചെറുപയർ പ്രമാണം ഉരുട്ടി ഗുളികകളാക്കി നിഴലിലുണക്കി സൂക്ഷിക്കുക. ഇതിൽ നിന്നും 1 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് 1 ഗുളിക വീതം ദിവസം 2 നേരം മുലപ്പാലിൽ അരച്ചു കൊടുത്താൽ ജ്വരം, മന്ദത, ചുമ മുതലായ അസുഖങ്ങൾ മാറുന്നതാണ്. 22 അരൂത ഇല പിഴിഞ്ഞെടുത്ത നീരിൽ തേൻ ചേർത്ത് സേവിച്ചാൽ മഞ്ഞപ്പിത്തം ശമിക്കുന്നതാണ്. കലയും സാഹിത്യത്തിലും ഉള്ള സ്ഥാനത്തെ നോക്കാം. പാശ്ചാത്യ സാഹിത്യത്തിലും സംഗീതത്തിലും നിറഞ്ഞ സാന്നിധ്യമാണ് അരൂതയുടേത്. ഷേക്സ്പിയറിൻ്റെ വിശ്വവിഖ്യാതമായ ഹാംലെറ്റിൽ അരൂതയെക്കുറിച്ച് പരാമർശമുണ്ട്. ഇതിലെ കഥാപാത്രമായ ഒഫീലിയ എന്ന ഭ്രാന്തി എല്ലാവർക്കും അരൂതയുടെ പുഷ്പങ്ങൾ നൽകിയിരുന്നത്രേ. പാശ്ചാത്യ സാഹിത്യത്തിലെ പല പാട്ടുകളിലും അരൂതയുടെ പുഷ്പം കടന്നു വരുന്നുണ്ട്. ദേശീയ പ്രാധാന്യങ്ങളെ നോക്കാം. ലിത്വാനിയയിൽ അരൂത ദേശീയ സസ്യമായി കണക്കാക്കുന്നു. കൂടാതെ ലിത്വാനിയയിൽ നാടോടി ഗാനങ്ങളിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന സസ്യമാണിത്. ചെറുപ്പക്കാരായ പെൺകുട്ടികളുടെ അട്രിബ്യൂട്ടായി, കന്യാത്വത്തിൻ്റെ പ്രതീകമായി അരൂത കണക്കാക്കപ്പെടുന്നു. പരമ്പരാഗത ലിത്വാനിയ വിവാഹങ്ങളിൽ കന്യകമാർ വിവാഹത്തിൽ ഒരു അരൂത ധരിക്കുന്നത് സാധാരണമായിരുന്നു. ഇത് അവരുടെ പരിശുദ്ധി കാണിക്കുന്നതിനുള്ള പ്രതീകമായി കണക്കാക്കിയിരുന്നു. ഉക്രൈനിയൻ നാടോടിക്കഥകൾ, പാട്ടുകൾ, സംസ്കാരം എന്നിവയിൽ അരൂത വളരെ പ്രധാനപ്പെട്ടതാണ്. അതിപ്രശസ്തമായ ഒരു ഉക്രൈനിയൻ നാടോടി ഗാനത്തിൽ പെൺകുട്ടി തൻ്റെ കന്യകാത്വം നഷ്ടപ്പെട്ടതിൽ ഖേദിക്കുകയും തൻ്റെ അരൂത തകർത്തതിന് കാമുകനെ നിന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. ഉക്രൈനിയൻ കവിതകളിൽ അരൂതയ്ക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കാറുണ്ട്.
ജൂത സംസ്കാരത്തിലെ പരമ്പരാഗത വിവാഹഗാനത്തിൽ അരൂതയ്ക്ക് ഒരു വലിയ പ്രാധാന്യമുണ്ട്. മന്ത്രവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. ദുർമന്ത്രവാദത്തിനെതിരെയും ഉപയോഗിച്ചു വരുന്നതാണ് അരൂത. മന്ത്രവാദിനികൾക്കെതിരെയുള്ള പ്രതിരോധമായി ഇവ ഉപയോഗിക്കാറുണ്ട് അത്രേ. പിശാചുക്കളും ദുർമന്ത്രവാദികളും ഇവയുടെ മണം ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് അതിനുള്ള കാരണം.